ഹലോ വെൽക്കം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ വീട് പണി നടക്കുന്ന സ്ഥലം നിങ്ങളെയും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഏകദേശം 3 വർഷമായി ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു വർഷത്തിനുള്ളിൽ തീർക്കണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇപ്പോൾ 3 വർഷമായിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരുവിധപ്പെട്ട പണികളൊക്കെ ഇപ്പോൾ തീർന്നിട്ടുണ്ട്. ഇനി കുറച്ച് പണിയും കൂടി ബാക്കിയുള്ളൂ. ആകെ 2300 സ്ക്വയർ ഫീറ്റിലാണ് വീട് വന്നിട്ടുള്ളത്. താഴെ 2 ബെഡ്റൂം, ഹാള്, ലിവിങ് ഏരിയ, പിന്നെ 2 കിച്ചണും, പിന്നെ ഒരു സിറ്റ് ഔട്ടും കാർ പോർച്ചും. മുകളിൽ 2 ബെഡ്റൂമും പിന്നെ ഹാള് എന്ന് പറയാൻ മാത്രമുള്ള സ്പേസ് അവിടെ വന്നിട്ടില്ല. ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇപ്പം നമ്മൾ ഡോറ് തുറന്ന് കയറുന്നത് ഇത് നമ്മുടെ സിറ്റ് ഔട്ട് വഴിയല്ല, പകരം ഹാളിലാണ്. ഹാളിൽ നമ്മൾ ഡൈനിങ് ടേബിൾ ഇടാൻ കൊടുത്ത സ്ഥലത്ത് ഒരു ജനവാതിലും അതുപോലെ ഒരു ഡോറും വന്നിട്ടുണ്ട്. അതുവഴിയാണ് നമ്മൾ ഇപ്പോൾ കയറിയിട്ടുള്ളത് കേട്ടോ. ഇതാണ് കിച്ചണിൻ്റെ ഡോറ്, ഇതാണ് നമ്മൾ കയറിയ ഡോറ്. ഇതുവഴിയാണ് ഇപ്പോൾ നമ്മൾ കയറി വന്നത്. ഇതാണ് ലിവിങ് ഏരിയ, ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. ഇവിടെയാണ് സിറ്റ് ഔട്ടിൻ്റെ ഡോർ വന്നിട്ടുള്ളത്. ഇത് കയറി വരുന്ന ഏരിയയാണ് ലിവിങ് ഏരിയ. ലിവിങ് ഏരിയയിൽ നമുക്കിതാ ഈ ഒരു സ്പേസിലായിട്ട് സോഫ ഇട്ടിട്ടുണ്ടെങ്കിൽ, പിന്നെ ഇവിടെ ഒരു ടി വി വേണമെങ്കിൽ നമുക്കിവിടെ ടി വി വെച്ച് കൊടുക്കാം. പിന്നെ ഇങ്ങോട്ട് ഹാള്. നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോൾ കണ്ട ഒരു പൊളിച്ച വീട് കണ്ടില്ല, അതായിരുന്നു ആദ്യത്തെ തറവാട്. അത് പൊളിച്ചിട്ടാണ് നമ്മൾ ഈ വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ബാക്കി 2 റൂം അവിടെ ഒഴിച്ചിട്ടതാണ്. ഇനി അത് ഇടിച്ച് പരത്തി മുറ്റൊക്കെ ലെവൽ ചെയ്യാനുണ്ട്. നമുക്ക് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത് L ഷേപ്പിലാണ് കേട്ടോ. പിന്നെ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഈ ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ചെടി വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ ചെടി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പോട്ടൊന്നും അതിൻ്റെ മേലെ കയറ്റി വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതിൽ തന്നെ ചെടി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ തംബ്നെയിൽ വീടിൻ്റെ 3D ചിത്രത്തിൽ കണ്ടിട്ടുണ്ടാവും, അവിടെ ഒരു ഗ്രില്ല് ഇങ്ങനെ കൊടുക്കാനുണ്ട് കേട്ടോ. അത് അവിടെ ചെയ്യണം. ഈ ഒരു ഏരിയയിലായിട്ട് വേണമെങ്കിൽ ഊഞ്ഞാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസൈനൊക്കെ കൊടുക്കാം. പിന്നെ ഊഞ്ഞാലൊക്കെ ഉണ്ടാക്കാനുള്ള പഴയ നമ്മുടെ ഈ പത്തായൊക്കെ ഇല്ലേ, അതൊക്കെ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ സാവകാശം അത് വെച്ചിട്ട് തന്നെ ഊഞ്ഞാലുണ്ടാക്കുള്ളൂ. ഊഞ്ഞാലല്ല, മറ്റേ ആട്ടുതൊട്ടിലില്ലേ, അതൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. താഴെ വന്നിട്ടുള്ള 2 ബെഡ്റൂം, രണ്ടും ഒരേ ഭാഗത്ത് കേട്ടോ വന്നിട്ടുള്ളത്. രണ്ടും ഈ ഒരു സൈഡിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. റൂമൊക്കെ സാധാ ഒരു നോർമൽ വലുപ്പത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്, ഓവർ വലുതൊന്നുമല്ല. പിന്നെ ബാത്റൂമിന് അടുത്തായിട്ട് ചെറിയൊരു ഡ്രസ്സിങ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്യല്ല, കൊടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ സെറ്റ് ചെയ്തെടുക്കണം. അകത്തേക്ക് അത്രയ്ക്ക് വെളിച്ചം കിട്ടുന്നില്ല കേട്ടോ. ഈ ഏരിയയിലൊക്കെ വന്നപ്പോൾ ഇരുട്ടാണ്. ബാത്റൂമൊക്കെ ടൈലിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ നിലത്ത് വിരിച്ചിട്ടുള്ളത് മാർബിളാണ്. ഒരു വൈറ്റും ഗ്രേയും കൂടി മിക്സ് ചെയ്ത് വരുന്ന മാർബിളാണ് കൊടുത്തിട്ടുള്ളത്. 4 ബാത്റൂമാണ് ടോട്ടൽ ഉള്ളത്. 4 ബാത്റൂമിലും 4 ടൈപ്പ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഒരേ കളറല്ല, 4 ഐറ്റം കളറിലാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് അടുത്ത ബെഡ്റൂം വരുന്നത്. ഇത് കയറി വരുന്നത് തന്നെ ഈ ഒരു ഏരിയയിലാണ്. ഇവിടെ ഡ്രസ്സിങ് ഏരിയ ചെയ്തിട്ടില്ല, ഈ ഒരു ഏരിയയാണ്. ഇത് കയറി വരുന്ന ഇങ്ങോട്ടായതുകൊണ്ട് തന്നെ ഇവിടെ ഡ്രസ്സിങ് ഏരിയ ആക്കാൻ പറ്റില്ല. പകരം അവിടെ വേറെ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കണമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. എല്ലാ റൂമും ഒരേ വലുപ്പത്തിലാട്ടോ ചെയ്തിട്ടുള്ളത്. കണക്ക് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഒരു കണക്കിനനുസരിച്ച് തന്നെ ചെയ്തിട്ടുള്ളത്. കൂട്ടിയെ കുറയ്ക്കുക ഒന്നും ചെയ്തിട്ടില്ല. എല്ലാ റൂമിലും 2 ജനലും വരുന്നുണ്ട്. അതായത് 3 കള്ളി വെച്ചിട്ടുള്ള 2 ഭാഗത്തും ജനൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു വീട് പണി നടക്കുന്നുണ്ട് കേട്ടോ. അവരുടെ വീടാണ് അത്. തൊട്ടപ്പുറത്ത് തന്നെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ, ഒരു മതിലിൻ്റെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ താഴെ ഈ 2 ബെഡ്റൂമുകളാണുള്ളത്. പിന്നെ ഉള്ളത് കിച്ചണാണ്. കിച്ചണും സാധാ ഒരു വലുപ്പമേ ഉള്ളൂ, വലിയ കിച്ചണൊന്നുമല്ല, നല്ല വലുതല്ല. നമുക്ക് അത്യാവശ്യം പെരുമാറാൻ പറ്റുന്ന രീതിയിലുള്ള കിച്ചൺ. ഇത് ഗ്ലാസ് കേട്ടോ. ഈ ഡോറുമേ ഗ്ലാസ് വെച്ചിട്ടുണ്ട്, കാണുന്നുണ്ടാവില്ലല്ലോ. ഇതാണ് കിച്ചണ്. ഇതിൻ്റെ എന്താ പറയുക, റാക്കിൽ വിരിച്ചിട്ടുള്ളത് മാർബിളല്ല. ഈ ഒരു ഏരിയയിൽ ഫ്രിഡ്ജ് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ അടിയിലൊക്കെ കബോർഡ് വർക്ക് ചെയ്യണം. ഇതിൻ്റെ മേലെയും കബോർഡ് വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ഒരു കിച്ചണിൻ്റെ അടുത്ത് തന്നെയാണ് സ്റ്റോർ റൂം വരുന്നത്. കിച്ചണിൽ തന്നെയാണ്. കിച്ചണിൽ നമുക്ക് ഒരു ടേബിൾ ഇടാനുള്ളൊരു സൗകര്യമില്ല കേട്ടോ. പിന്നെ നമുക്ക് നടക്കാനുള്ള വഴി ഉണ്ടാവില്ല. കിച്ചണിൽ ടേബിളില്ല. പക്ഷേ ഹോള് വരുന്നത് കിച്ചണിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ അവിടെ ഒരു ടേബിൾ ഇട്ടാൽ മതിയല്ലോ. വെറുതെ അങ്ങനെ ടേബിൾ ഇടേണ്ട ആവശ്യമില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പിന്നെ ഇതാണ് 2ാമത്തെ കിച്ചണ്. ഈ ഒരു ഏരിയയിൽ ഒരു ചെറിയ റാക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക്, പോട്ടുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. 2 കിച്ചണിലും വാഷ് ബേസ് വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ മോഡലൊന്നുമില്ല, ഞാൻ അത് വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. സാധാ എന്നാൽ ഇപ്പോഴത്തെ മോഡലിൽ നിൽക്കുന്ന കിച്ചൺ തന്നെയാണ്, അല്ല വാഷ് ബേസ് തന്നെയാണ്. പക്ഷേ എന്താ പറയുക, വലിയ മോഡലായിട്ട് നമ്മൾ കൊടുത്തിട്ടൊന്നുമില്ല. ഇത് പറമ്പൊക്കെ ആകെ വൃത്തിയായി കിടക്കണം. ഇതൊക്കെ ഇനി വെട്ടി റെഡിയാക്കി വേണം. അത് കാണുന്നത് കുളമാണ് കേട്ടോ. നമ്മുടെ തൊട്ട് ബാക്കിലൊരു കുളമുണ്ട്, അവിടെ മതിലൊക്കെ കെട്ടണമെന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പോൾ താഴെ ഇത്രയേ വരുന്നുള്ളൂ.
2 കിച്ചണ്, ലിവിങ് ഏരിയ, ഹാള്, 2 ബെഡ്റൂം. 2 ബെഡ്റൂമിലും ബാത്റൂം ഉണ്ട് കേട്ടോ. മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ സ്റ്റെയർ വന്നിട്ടുള്ളത് റൗണ്ടിലാണ്, പക്കാ റൗണ്ടായിട്ടാണ് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെയറിന് ഗ്ലാസ് ഇടണമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ വിചാരിച്ച് നമുക്കിങ്ങനെ കമ്പി ഇട്ട് കൊടുക്കാമെന്ന്. ഗ്ലാസ്സാണോ കമ്പിയാണോ എന്ന് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. കമ്പിയും ഗ്ലാസ്സെന്നും പറയുന്നുണ്ട്. എന്താണോ കുറഞ്ഞ ബഡ്ജറ്റിൽ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ മുകളിൽ നമുക്ക് അത്ര സ്പേസ് വരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. കൂടുതലും നമുക്ക് ടെറസാണ് വരുന്നത്. ഹാള് എന്ന് പറയാനുള്ളൊരു ഏരിയ ഇല്ല. ഇതാ ഈ ഒരു ചെറിയൊരു ഏരിയ മാത്രമേ ഇവിടെ ഉള്ളൂ. മറ്റേത് 2 ബെഡ്റൂമാണ്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റെയർ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വീട് പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് നല്ല രസമുണ്ടാവും. പിന്നെ ഹാൻഡ് റെയിലായാലും ഗ്ലാസ് ആയാലും ഏറ്റവും സേഫ് ആയിട്ടുള്ളതേ കൊടുക്കാൻ പറ്റുള്ളൂ. അതും നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ തന്നെ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഈ വാതിലിനും എന്താ പറയുക, വാതിൽ കട്ടിലുകളൊക്കെ എടുത്തിട്ടുള്ളത് ഞങ്ങൾ ആദ്യത്തെ തറവാടിൻ്റെ മരം തന്നെയാണ്. അപ്പോൾ അതിനൊന്നും നമുക്ക് അധികം ക്യാഷ് ആയിട്ടില്ല. പിന്നെ ഇത് ഇരുമ്പാണ്. ഇതിനും പിന്നെ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്കുള്ള ഡോറും ഇരുമ്പാണ്. ബെഡ്റൂമിൽ നിന്ന് ചെറിയൊരു ബാൽക്കണി വരുന്നുണ്ട്, അതും ഇരുമ്പാണ്. അത് 2 മാത്രമേ ഇരുമ്പ് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ ആദ്യത്തെ വാതിൽ കട്ടിലുകൾ എടുത്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആദ്യത്തെ വീടിൻ്റെ മരം എടുത്തിട്ട് റെഡിയാക്കി ചെയ്തതാണ്. മേലെ ബെഡ്റൂമിൽ ഒരു റൂമിൽ ബാത്റൂം ഇല്ല, പകരം ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറാണ്, ടെറസ്ക്ക് ഇറങ്ങുന്ന ഡോറിൻ്റെ അടുത്താണ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. മേലുള്ള ഒരു റൂം ഇതാണ്. ഇവിടെ ബാത്റൂമിന് അടുപ്പിച്ച് ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. എക്സാക്ട് താഴെയുള്ളതിൻ്റെ അതേ മോഡൽ അതേ സൈസിലൊക്കെ തന്നെ കേട്ടോ ഇതും ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഒരു ബാൽക്കണി ഉണ്ട്, അതാണ് ബാൽക്കണി. ആ ബാൽക്കണിയിൽ ആ ഡോറുമ്പോൾ നമ്മൾ ഗ്ലാസ് ഇടാനാട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാ മരത്തിനും ഒരു കളർ അടിച്ചാലായിരിക്കും വീടിന് കുറച്ചും കൂടി പുറത്ത് നോക്കുമ്പോൾ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ താഴെ ആ ഡോറിന് നടക്കുന്ന സെയിം കളർ തന്നെ മേലെയും അടിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാൽക്കണിക്ക് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം എടുക്കും. അപ്പോൾ എന്തായാലും ഓട് മേലെ പതിക്കാനുണ്ട്. അപ്പോൾ ഓട് കുറച്ചും കൂടി ഇറക്കിയിട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം എടുക്കണ പ്രശ്നം സോൾവ് ആയി കിട്ടും. നമ്മുടെ പഴയ വീടിൻ്റെ ഓട് തന്നെ ഇഷ്ടംപോലെ ഇവിടെ ബാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതന്നെ എടുത്തിടാച്ചിട്ടോ. ഒരു ഭാഗത്ത് എന്താ പറയുക, നമുക്ക് അളമാറ ചെയ്യാനുണ്ട്, കബോർഡ് ചെയ്യാനുണ്ട്. ഒരു ഭാഗത്ത് നമുക്ക് കട്ടിലിടാൻ വേണം. പിന്നെ അപ്പുറത്തെ റൂമും ഇതേപോലെ തന്നെയാണ്. ഇതിൽ ബാത്റൂം ഇല്ലാന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ കാണിച്ച റൂമിൽ നമ്മൾ സീലിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ. കാരണം അതിൻ്റെ വാർപ്പ് നിൽക്കുന്നത് ചെരിഞ്ഞിട്ടാണ്. അപ്പോൾ എന്തായാലും സീലിംഗ് ചെയ്യണം. പക്ഷേ ഈ റൂമിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല, കാരണം ഇത് നിരന്ന വാർപ്പായിട്ടാണ് വരുന്നത്. ഈ റൂമും മറ്റ് ബെഡ്റൂമിൻ്റെ പോലെ തന്നെ ബാത്റൂം ഇല്ലാന്നേ ഉള്ളൂ, പുറത്തൊക്കെ ബാൽക്കണിയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അകം കാണിക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ. ബാക്കി പിന്നെ പുറം ഭാഗമാണ് വരുന്നത്. പുറം ഭാഗമൊക്കെ ആകെ വൃത്തിയായി കിടക്കുകയാണ്, ഒക്കെ ഞാൻ നേരാക്കി എടുത്തിട്ട് വേണം. പിന്നെ നമുക്ക് കുറേ ടെറസ് വരുന്നുണ്ട്. ടെറസിൽ പുറത്തേക്കുള്ള ആ ടെറസിൽ നമ്മൾ തോരടാനും വാഷിംഗ് മെഷീനൊക്കെ ഇട്ട് തോരടാനൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു ഡോർ തന്നെയാണ്. നമ്മുടെ ബെഡ്റൂമിൻ്റെ ഇടയിൽ വരുന്നൊരു സ്പേസ് ഉണ്ടല്ലോ, അവിടുന്ന് ടെറസിലേക്ക് ഇറങ്ങാനുള്ളൊരു ഡോറാണത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വാഷിംഗ് മെഷീൻ ഇടാൻ പറ്റിയൊരു ഏരിയയാണിത്. ഇവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഡ്രസ്സ് തോരട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീട് പണിയിലെ വിശേഷങ്ങൾ. ഇനിയും കുറച്ചും കൂടി പണികൾ ബാക്കിയുണ്ട്. ഈ ഒരു ഏരിയയിലാണ് വാഷ് ബേസ് വരാൻ പോകുന്നത്, അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ വീട് പണി എടുക്കാൻ ഉദ്ദേശിക്കുന്നവരിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നവരൊക്കെ സമാധാനമായിട്ട് കാത്തിരിക്കാം. ഇൻഷാ അല്ലാഹ് ഒക്കെ അതിൻ്റെ സമയമാകുമ്പോൾ നടക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ടാറ്റാ.